ഇന്ന് ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഗ്രന്ഥം നമ്മളിവിടെ വെളിച്ചം കാണാനായിട്ട് അനുവദിക്കുമ്പോൾ ഗാർസിനിയ ഇംബർട്ടി, അത് നമ്മളുടെ കുടംപുളി കുടുംബത്തിലെ കാട്ടുമരം എന്ന ഗ്രന്ഥം ഡോക്ടർ ആൻഡോ മാത്യു അദ്ദേഹത്തിന്റെ 6 വർഷത്തെ റിസർച്ചിന്റെ ഫലമായിട്ട് ഇവിടെ നമുക്ക് വേണ്ടി നൽകുമ്പോൾ അത് ആത്യന്തികമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളിലേക്കുള്ള നമ്മളുടെ ഒരു നോട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ വനത്തിലെ ഒരു ചെടിയെക്കുറിച്ച് മാത്രം പറയുന്നൊരു കാര്യമല്ല. അത് വനമെന്താണെന്നും വനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ജനങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഇക്കോളജിയെ കുറിച്ചുള്ള വലിയൊരു കോണ്ടെക്സ്റ്റിന്റെ വെളിച്ചത്തിൽ വേണം ഈ പുസ്തകത്തെ നമ്മൾ കാണാനും വിലയിരുത്താനും. അപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള പ്രസക്തി ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു വൃക്ഷത്തെക്കുറിച്ചോ ഒരു മേഖലയെക്കുറിച്ചോ മാത്രമല്ല പഠിക്കുന്നത്, ഈ കുടംപുളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നൂതനമായ ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു ലെൻസിലൂടെ കണ്ട് മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഗ്രന്ഥകാരൻ ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇത് മുഴുവൻ വായിച്ചു തീർത്തു. ബൃഹത്തല്ല, പക്ഷേ കണ്ടന്റ് വളരെ സൗന്ദര്യമുള്ളതും നൂതനമായ സയന്റിഫിക് വൊക്കാബുലറിയിലൂടെ കടന്നു പോകുന്നതുമാണ്. നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് നമ്മുടെ സയൻസ് വിദ്യാർത്ഥികൾക്കും ഒപ്പം നമുക്ക് എല്ലാവർക്കും നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ സാറിന്റെ ഈ പുസ്തകം തുടർച്ചയായിട്ട് ഒറ്റ വായനയ്ക്ക് വായിച്ചാൽ മുഴുവൻ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് അത് വായിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ആ പുസ്തകത്തെ പുനരെഴുതുകയാണ്. വേറൊരു പുസ്തകം നിങ്ങൾക്ക് രചിക്കാൻ സാധ്യമാകത്തക്ക വിധത്തിൽ അതിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിന്തകൾ നമ്മുടെ മനസ്സിലെടുക്കേണ്ടത്. ഈശോയുടെ തിരുമുറിവുകൾ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച അശിഷിയുടെ ഓർമ്മ ദിവസം ഇന്ന് വനത്തിലെ മലമുകളിലെ ഒരു ചെടിയെക്കുറിച്ച് അതിമനോഹരമായ ഈ പുസ്തകം രചിച്ചതിൽ ബഹുമാനപ്പെട്ട സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. ഡോക്ടർ ആൻഡോ മാത്യുവിന്റെ റിസർച്ചിന്റെ ഫലമായിട്ടാണിത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അഞ്ചല വളരെയേറെ ഈ കാര്യത്തിൽ സഹകരിച്ചു എന്നല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിലാണ് ആ പുസ്തകം ഇവിടെ